ആര്യ ചേച്ചി ഓ ഇന്ന് ബൈനോക്കുലർ എടുത്തിട്ടുണ്ടോ? ലിറ്റിൽ ഏഞ്ചൽ വരുന്നുണ്ടോ? അതെ വരുന്നുണ്ട്. അറിഞ്ഞില്ല? ഇല്ല. പക്ഷെ ഇന്ന് വരുന്നുണ്ട്. ഇനിയിപ്പോ ടിവിയിൽ പോയി കാണാനേ പറ്റൂ. അതാകുമ്പോ ക്ലോസ് ഷോട്ട് വെക്കും. അപ്പോഴേ നമുക്ക് പറ്റും. അല്ലാതെ ഉടുപ്പിലെ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് അറിയാനേ പറ്റില്ല. ശരി. പക്ഷെ എനിക്ക് വലിയൊരു ഭാഗ്യമുണ്ട്. എനിക്ക് പറ്റും. ഞാൻ ഇത്ര തൊട്ടടുത്തല്ലേ നിൽക്കുന്നേ. ആര്യ ചേച്ചിക്ക് വേണമെങ്കിൽ റിഹേഴ്സലിന്റെ സമയത്ത് വന്ന് നോക്കാം. ആരാ വരുന്നതെന്ന് അറിയാമോ? നമ്മുടെ ഒരു ധനം. ഓ യെസ്, നമ്മുടെ ധനശ്രീ കുട്ടി വരുന്നു. വെൽക്കം. മൊത്തം മഞ്ഞയാണല്ലോ. കണിക്കൊന്ന മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ട്, മനസ്സിനുള്ളിൽ മാറ്റാവടി ചിന്തും ചിന്തുണ്ട്. അതെ 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 അതെ. മഞ്ഞക്കിളി എന്ത് പറയണ്? സുഖം. ആ കൊന്നപ്പോ അവളെക്കാളും നീളമുണ്ട്. അതെ അതെ അതെ. നോക്ക് ഹൈറ്റിനുള്ളതാ. ആകെ 2 ഇഞ്ചുണ്ട് അല്ലേ? തിരുവനന്തപുരത്ത് എന്ത് പറയണത്? അപ്പൊ ഇപ്പൊ പാടാൻ പോകുന്ന പാട്ട് ഏതാ? കൊന്നപ്പൂവേ ആ പാട്ടല്ലേ? ആര്യ പറഞ്ഞ പാട്ടാണ് കേട്ടോ. കൊന്നപ്പൂവേ പൂവേ പൂവേ കിങ്ങിണി പൂവേ പൂവേ പൂവേ. ഈ പാട്ടായിരുന്നല്ലേ? ഞാൻ ചോദിച്ചു കൊന്നപ്പൂ പോലെ മുന്നിൽ ആടിയാടിയാടി നിൽക്കും. അങ്ങനെ പാട്ടാണ്. എത്ര കൊന്നപ്പൂ പാട്ടല്ലേ? അതെ, ഒരുപാടുണ്ട്. മഞ്ഞക്കിളി സ്വർണ്ണക്കിളി പാടിക്കോ പാടിക്കോ പാടിക്കോ. അതെ പാടിക്കോ. എന്നാ പറഞ്ഞേ, ഡീറ്റെയിൽസ് പറഞ്ഞോ. സിനിമയുടെ പേര് അമ്മയെ കാണാൻ, വർഷം 1963, എഴുതിയത് പി ഭാസ്കരൻ മാസ്റ്റർ, മ്യൂസിക് കെ രാഘവൻ മാസ്റ്റർ, പാടിയത് എസ് ജാനകി അമ്മ. സൂപ്പർ സൂപ്പർ. എല്ലാം കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ട്. മിടുക്കത്തി കളി. ശരി, എന്നാ ഓൾ ദ ബെസ്റ്റ്. നമുക്ക് പാട്ട് പാടാം, പാട്ട് കേൾക്കാം. ഓക്കെ ഓക്കെ. കൊന്നപ്പൂവേ കൊന്നപ്പൂവേ കൊങ്ങിണിപ്പൂവേ, ഇന്നെന്നെ കണ്ടാലെന്തു തോന്നും കിങ്ങിണിപ്പൂവേ.
ഇടുക്കി. തനു ആകെ 2 ഇഞ്ച്. പക്ഷെ ഇത്രയും ശബ്ദം എങ്ങനെയാ മധു? കുറച്ച് ഇത് മീനുട്ടി ചേച്ചിക്ക് വേണ്ടിയാ. അയ്യോ താങ്ക് യു. കൊന്ന പൂവേ കിങ്ങിണി പൂവേ. ഈ ധനുക്കുട്ടിയെ കണ്ടാൽ എന്ത് തോന്നും? മഞ്ഞക്കിളിയാണെന്ന് തോന്നും. മഞ്ഞക്കിളിയല്ലേ മോളി പാട്ടുണ്ട്. മനസ്സിനു. ആ കരളിൽ 1000 അതെങ്ങനെ പാടിയത്? കരളിൽ എന്റെ അമ്മേ, ഇത്ര ശബ്ദം. അയ്യോ ഒറ്റ സെക്കൻഡ്. സ്പീക്കർ സ്പീക്കറൊക്കെ അടിച്ചു എന്റെ കാതിലോട്ട് തുളച്ചു കയറി. ഓ എന്റെ അമ്മേ, ഒന്നുകൂടെ പാടിയേ. കരളിലോരായിരം തങ്കക്കിനാക്കൾ കരുതിയിട്ടുണ്ടെന്ന് തോന്നുമോ? കണ്ട തോന്നുമോ? ആ കൈ കൊണ്ട് ഗ്രാഫൊക്കെ വരച്ചോണ്ടിരിക്കുക പാട്ടിന്റെ. ഒരുപാട് സംഭവമൊക്കെ അവിടെ ഉണ്ടേ. ചില മുദ്രകളൊക്കെ ഉണ്ട്. ആ മുദ്രകൾ. അതെ അതെ അതെ. അയ്യോ ഇത് പൂജിക്കുന്നതിന്റെ ഒക്കെ കാണിച്ചു. അല്ല കണ്ണുകൊണ്ടുള്ള എക്സ്പ്രഷൻ എങ്ങനെ ഞാനാണെന്ന് തോന്നുമോ? തോന്നുമോ? ഇടയ്ക്കെന്ന് പറഞ്ഞാൽ ആ പാട്ടങ്ങ് നിർത്തിയാ കൊന്നപ്പൂ എടുക്കാൻ നോക്കി. അതെ അതെ താഴെ. അതെ. അപ്പഴത്തേക്ക് പാട്ട് പോസ് ചെയ്ത്. കൊന്നപ്പൂ എടുക്കാൻ വേണ്ടിട്ട്. അതെ അതെ. ഇല്ല ക്യാപ്റ്റൻ, എന്റെ ചെരുപ്പാണോ? കൊള്ളാലോ. അയ്യോ, കിടിലൻ പുതിയതാ. അടിപൊളി ചെരുപ്പാണല്ലോ. അത് സ്കൂളിലുള്ള ഒരു ടീച്ചർ എനിക്ക് വാങ്ങി തന്നത്. ആണോ? ഇതൊക്കെ കേട്ടാ മതി. പാട്ടിനെ പറ്റി പറയുന്നു നോക്കി താല്പര്യമില്ല. ഗോൾഡൻ ചെരുപ്പ്. അതേപോലെ ഗീത അമ്മൂമ്മയല്ലേ, ഉം. എന്റെ ഫ്ലെക്സ് ഒക്കെ വെച്ചു. അതേപോലെ എന്റെ വല്യേട്ടന്റെ ഫ്രണ്ട്സ് ഒക്കെ ഫ്ലെക്സ് ഒക്കെ വെച്ചു. അവർക്കൊന്ന് ഹായ് പറയോ? പറയാലോ. എനിക്ക് മനസ്സിലായി. ധനു പറഞ്ഞിട്ടല്ലേ ഫ്ലക്സ് വെച്ചത്? ആണോ? അതെ അതെ. എന്റെ നാട്ടുകാർക്കും ഒരു ഹായ് പറയോ? പറയാലോ. Okay. അറിയോ? അത് മറന്നു. ട്രിവാൻഡ്രം. കോവളാണോ? കോവളം. അനുവേട്ടാ വീണ്ടും. കോവളംകാരൻ. നാട്ടുകാരൻ. കോവളം. അതെ അതെ. അങ്ങനെ കണ്ടോ? രണ്ടുപേരെ മാത്രം കൂട്ടിച്ചേർക്കണം. ഞാനും അതിൽ ഭാഗമാണ്. ആണോ? എന്നാ മൂന്ന്. അത് കോവളല്ലോ. നമ്മളെ രണ്ടുപേരും ഒരേ നാട്ടുകാരാണ് എന്ന് അറിയാൻ വന്നേ. ഒരേ നാട്ടുകാരല്ലേ? ധനുക്കുട്ടിയുടെ നാട്ടിലുള്ള എല്ലാവർക്കും ഞങ്ങളുടെ ഹായ്. ഹായ്. ഫ്ലെക്സ് വെച്ച എല്ലാവർക്കും പ്രത്യേകിച്ച് ഫ്ലെക്സ് വെച്ച വെച്ച വലിയേട്ടന്റെ ഫ്രണ്ട്സിനും അതെ. ഹായ്. അമ്മൂമ്മയ്ക്കും. എം ജെ സാർ സ്വന്തം നാട്ടുകാരെ നോക്കി ഹായ് പറയുന്നു. ഗീത അമ്മൂമ്മയ്ക്ക് ഹായ്. ഗീതാമ്മയ്ക്ക് ഹായ്. കൊറേ മുദ്രന്റെ പേരും പറയാ, അക്ഷരങ്ങൾ. ഒന്ന് കാണിച്ചേ. പതാക, ത്രിപതാക, അർത്ഥപതാക, കർത്തരിമുഖം, മയൂരം, അർത്ഥചന്ദ്രൻ, അരാളം, ശുഗതുണ്ടം, മുഷ്ടി, ശിഖരം, കപിത്തം, കടകാമുഖം, സൂചി, ചന്ദ്രക്കല, പത്മകോശം, സർപ്പശിരസ്, മൃഗശീഷം, സിംഹമുഖം, കാങ്കൂലം, അലപത്മം, ചതുരം, ഭ്രമരം, ഹംസാസ്യം, ഹംസപക്ഷം, സംതംശം, മുകുളം, താമ്രചൂടം, ത്രിശൂല. നേരത്തെ അടിപൊളി. വേറെ ലെവൽ. കുടുകുടുകുടൂന്ന് വരിക. നേരത്തെ ആര്യയുടെ പാട്ടിൽ കവിത്തം കാണിക്കുന്നുണ്ടായിരുന്നല്ലോ. ഇതെന്താ? ഗണപതി. ഗണപതി. യെസ്. എന്റെ ഗുരുവിന്റെ നോളജ് കണ്ടോ? അതെ അതെ. അതെന്താ? ഇത് വേണേ ഞാൻ കാണിക്കാം. എലീനെ. ആരാ? മോഷികൻ. ഓ മൂഷികൻ. അത് ആര് ചേച്ചി കഴിച്ചു കണ്ടോ? അത് വയ്യാട്ടോ. അത് ടഫ് സ്റ്റെപ്പാ. അത് കോഴി. ഓ അത് കോഴി. ഇത് പിടിച്ചോ. MJ അങ്കിളെ. ഉമ്മാ. ഒരു അതെ. ലിറ്റിൽ ഏഞ്ചൽ മധുരമഴ. എല്ലാ ഡയറി മിൽക്ക് നോക്കി എടുക്ക് നോക്ക്. കഴിഞ്ഞു സമയം തീർന്നു. എനിക്ക് കൈ നിറഞ്ഞു. ഇതും കൂടെ. പഴയ സിനിമയില് നോട്ട് കെട്ടുകളൊക്കെ കൊണ്ടുപോയില്ലേ അതുപോലെ അടുത്ത ദിവസം കാണാം. ഇന്ന കൊന്നപ്പൂ വേണ്ടേ? മീനൂട്ടിന് സമ്മാനം. സ്വന്തമായിട്ട് തന്നെ വീട്ടിൽ കൊണ്ടുപോകാമോ ഇത്? ഓ താങ്ക് യു.